മക്കളെ കർണി സ്റ്റോറീസിൻ്റെ IGNT വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മക്കൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ഹോസ്റ്റലിലെ ഗേൾസ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റലിലുള്ളത്തെ ഫെസിലിറ്റീസ്, റൂമിലെ അവസ്ഥകൾ, കാര്യങ്ങൾ, ഫീ സ്ട്രക്ചർ, ഹോസ്റ്റലിൽ എത്ര ഫീ വരും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്തെ കാര്യങ്ങൾ, ക്ലാസ് റൂം എങ്ങനെയാണ്, അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ കിട്ടാതെ വരും. ഗേൾസിനാവട്ടെ ബോയ്സിനാവട്ടെ ഗേൾസിന് അധികം കിട്ടാറുണ്ട് ഫസ്റ്റ് ടൈമിലൊക്കെ, ബോയ്സിന് തീരെ കിട്ടാറില്ല. അപ്പോൾ പുറത്തുള്ള റൂമിൻ്റെ അവസ്ഥകൾ, റെൻറ്റ് കാര്യങ്ങൾ എത്രയാണ് വരും, ഈ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ സ്പോർട് കോമ്പസിനുള്ളത് ജിമ്മ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച്, ഫീ എങ്ങനെയാണ്, ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓരോ കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടുത്തെ ലൈബ്രറിയുടെ ഉള്ളത്തെ അവസ്ഥകൾ, ലൈബ്രറി എങ്ങനെയാണ്, ലൈബ്രറി ഫെസിലിറ്റീസ് കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരുടെ സംശയമാണ് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കാറുണ്ടോ, പരിപാടി നടക്കാറുണ്ടോ. അപ്പോൾ മല്ലൂസിൻ്റെ ഒരുപാട് പ്രോഗ്രാം ഇവിടെ നടത്താറുണ്ട്, കേരള ഫെസ്റ്റിവൽ, ഓണം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകൾ, നോർത്ത് നിന്നുള്ള ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഈസ്റ്റിൽ നിന്ന് നമ്മൾ ആസാം, അവിടുത്തെ ഫെസ്റ്റിവൽ കാര്യങ്ങൾ, മണിപ്പൂർ ഫെസ്റ്റിവൽ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട്, പിന്നെ അതേപോലെ ABPൻ്റെ ഒരുപാട് പരിപാടി കാര്യങ്ങളൊക്കെ ഈ ഒരു IGNT യൂണിവേഴ്സിറ്റി നടത്താറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഈ വീഡിയോ ഉൾപ്പെടുത്തും. അപ്പോൾ ഇപ്രാവശ്യം ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ IGNT ഒരുപാട് പേര് IGNT കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഇനി CUT UG ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ IGNT നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, വെൽക്കം ടു കർണി സ്റ്റോറീസ്. യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററാണ് കേട്ടോ IGNTയിലെ ബോയ്സ് ഹോസ്റ്റലായ GGBHലേക്കുള്ളത്. ഹോസ്റ്റലിന് മുമ്പിൽ തന്നെ നമുക്ക് സെക്യൂരിറ്റീസൊക്കെ ഇരിക്കുന്നതാണ്. ഹോസ്റ്റലിൽ തല്ല്, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഹോസ്റ്റൽ കാർഡൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഹാള് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് വാർഡൻ്റെ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഈ കാണാൻ സ്റ്റഡി റൂം. ഇവിടെ നമുക്ക് ഏത് നേരം വന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നത് കാണാം. പിന്നെ കേട്ടോ റൂമുകളൊക്കെ തുടങ്ങുന്നത് നമ്മൾ ഹോസ്റ്റലിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റിക്ക് വഴിയുണ്ട്, റൈറ്റിക്ക് വഴിയുണ്ട്. ഏത് കൂടെ പോയാലും നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ അപ്പുറത്തേക്ക് പോകാൻ ചെറിയ നടപ്പാത ഉണ്ട് അങ്ങോട്ടേക്കുള്ളത്. അതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് 3rd ഫ്ലോർ ആട്ടോ. ഞാൻ നിൽക്കുന്നത് 3rd ഫ്ലോറിലാണ്. എനിക്ക് ഹോസ്റ്റലൊന്നുമില്ല, പക്ഷേ നമ്മൾ ചെക്കന്മാർ റൂമിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റലുള്ളത് ഒരു സർക്കിൾ രൂപത്തിലാട്ടോ. പുറത്ത് കണ്ടില്ല നിങ്ങൾ, തുറന്ന സ്പേസ് ആയി കണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകാൻ നമ്മളിങ്ങനെ കറങ്ങിയും പോവാം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അതേപോലെ തന്നെ അടിയിൽ കൂടെ നമുക്ക് ചെറിയ പാതൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഹോസ്റ്റലത്തെ ബാത്റൂം ഒന്നും വലിയ വൃത്തിയൊന്നുമില്ല. ഡെയിലി ഇന്ത്യക്കാരായതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയേടാക്കും, എന്നാലും ഡെയിലി ബാത്റൂമൊക്കെ വൃത്തിയാക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആവും. ഇതാണ് ഹോസ്റ്റലത്തെ റൂം. ഒരു റൂമിൽ 4 ആൾക്കാരാണ് അലോട്ട് ചെയ്യുക, പക്ഷേ 3 കബോർഡുള്ളൂ കേട്ടോ. കാരണം ഇതൊരു 3 ആൾക്കാരെ റൂമാണ്, പക്ഷേ 4 ആൾക്കാരായിട്ടാണ് അലോട്ട് ചെയ്യുന്നത്. 4 കട്ടിലുണ്ട്, 4 ടേബിളും ഉണ്ടാവും, 4 കസാല ഉണ്ടാവും. ഇതാട്ടോ ഹോസ്റ്റലിൻ്റെ റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ IGNTയിലെ ഹോസ്റ്റലുകളിലെ മെസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഫുഡുകളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഫുഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ IGNTൻ്റെ മുഴുവൻ കാഴ്ചകൾ അങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ മുതലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണാം. ഇതാണ് ഏറ്റവും വലിയ ഗേൾസ് ഹോസ്റ്റലായ RDGH. എല്ലാ ഹോസ്റ്റലിന് മുമ്പിൽ സെക്യൂരിറ്റീസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഗേൾസിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഒപ്പിടണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗേൾസ് ഹോസ്റ്റലിന് തുറന്നൊരു സ്പേസ് ആയിക്കൊണ്ട് തന്നെയാണ്. നോക്കി നിങ്ങൾക്ക് നടപ്പാതെ ഉണ്ട് അങ്ങോട്ട് പോകാനുള്ള, അതുപോലെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നടുവിൽ. അതുപോലെ തന്നെ ജിമ്മ് പരമായി എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയൊക്കെ പുറത്ത് ഉള്ളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗവും ബോയ്സ് ഹോസ്റ്റലുമാരി തന്നെ കേട്ടോ. നോക്കി അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗവും. അതുപോലെ തന്നെ നമ്മൾ റൂമിൻ്റെ അവസ്ഥയൊക്കെ, ഇവിടുത്തെ റൂമിലും 4 ആൾക്കാരനായിട്ട് അലോട്ട് ചെയ്യുന്നത് കണ്ട. 4 കട്ടിൽ കാണാൻ പറ്റും, 3 കബോർഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് ഗേൾസ് ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല കേട്ടോ ബോയ്സിന്. ഇതൊരു ഗേളിനെ കൊണ്ട് ഞാൻ അടുപ്പിച്ചതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അങ്ങനെയാണ് ഇതാണ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ. ഈ കാണുന്നതാണ് ന്യൂ ബോയ്സ് ഹോസ്റ്റൽ, OBC ഹോസ്റ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഹോസ്റ്റലിലേക്ക് ഗേറ്റിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും പുറത്തേക്കൊക്കെ പോകണത് എത്ര എളുപ്പമാട്ടോ. പക്ഷേ GGBH എന്നാണെങ്കിൽ 2 കിലോമീറ്റർ ആണ് പുറത്തേക്ക് വരാൻ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അത് നോക്കുമ്പോൾ ഈ ഒരു ഹോസ്റ്റലാണ് ഏറ്റവും സുഖം കേട്ടോ. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ PG ഫസ്റ്റ് ഇയർ, അതേപോലെ തന്നെ UG ഫസ്റ്റ് ഇയർ, ഇവരൊക്കെ ഈ പ്രാവശ്യം അലോട്ട് ചെയ്തത് ന്യൂ ബോയ്സ് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെക്കിംഗ് ഒക്കെ കുറവാണ്. അതേപോലെ GGBH ഹോസ്റ്റലിനേക്കാളും നല്ല വൃത്തിയുള്ള ഒരു ഹോസ്റ്റലാണിത്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൈഫൈ ഒന്നുമില്ല കേട്ടോ. വൈഫൈയിൽ ചില റൂമുകളിൽ നെറ്റ്വർക്ക് കിട്ടാത്ത പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ GGBH വൈഫൈ ഉണ്ട്, നെറ്റ്വർക്കൊക്കെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ റൂമിൻ്റെ അവസ്ഥ ഒക്കെ ആണെങ്കിൽ റൂമിൽ
ഒരാൾക്ക് 5 ആൾക്കാരാട്ടോ ഇവിടെ അലോട്ട് ചെയ്യുന്നത്. നല്ല സ്പേസ് ഉള്ള റൂമാണ്. അതുപോലെ തന്നെ 5 കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. അത് നോക്കുമ്പോൾ ബെറ്റർ ആട്ടോ ഈ ഒരു OBC ഹോസ്റ്റൽ. പിന്നെ ഇവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു വൈബ് കിട്ടും കേട്ടോ. ഹോസ്റ്റൽ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് GGH ഹോസ്റ്റലിൽ തന്നെ വരണം കേട്ടോ. കാരണം അവിടെയാണ് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി ഹോസ്റ്റൽ വൈബ് GGH ഹോസ്റ്റലിൽ തന്നെ വരണം, അവിടെയാണ് അടിപൊളി. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിക്ക് പോകാനാണെങ്കിലും പുറത്തേക്ക് പോകാണെങ്കിലും പിന്നെ വൃത്തിയൊക്കെ നോക്കുകയാണ് ഏറ്റവും നല്ലത് OBC ഹോസ്റ്റൽ തന്നെയാണ് കേട്ടോ. പിന്നെ ചങ്ങായിമാർ ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഹോസ്റ്റൽ കിട്ടാൻ ഇപ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. കാരണം നമ്മൾ വന്ന സമയത്ത് ഒരു കോട്ട സിസ്റ്റം കൊണ്ടുവന്നു. കാരണം ഓരോ സ്റ്റേറ്റിന് എത്ര ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഹോസ്റ്റലിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. ആദ്യം എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഇതൊരു ഹോസ്റ്റൽ കിട്ടിയില്ല. ഞാൻ 2 വർഷം പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് 2 മാസം പുറത്ത് നിന്നിരുന്നു ഹോസ്റ്റലിൽ പിടിച്ച സമയത്ത്. പക്ഷേ നമ്മൾ എന്താ ബോയ്സിന് എങ്ങനെയൊക്കെ ഹോസ്റ്റലിൽ നിൽക്കാൻ ഞങ്ങൾ അങ്ങനെ നിന്ന് വന്ന് കുറേയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. എന്നാലും പിന്നെയും കയറും പിന്നെയും നിൽക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ബോയ്സിനോട് പറയാനുള്ളത് ഇങ്ങോട്ട് വരുന്നവരോടൊക്കെ ഹോസ്റ്റൽ കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ പുറത്ത് പറഞ്ഞാൽ ട്രൈബൽസിൻ്റെ ഏരിയ ആണല്ലോ, റൂമും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും എവിടെ നിന്നൊക്കെ കുറേയൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടെത്തണം റൂംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ കുറേ പണിയിടന്ന് റൂമുകളൊക്കെ വരുന്നുണ്ട്. ഹോസ്റ്റൽ കിട്ടാൻ കുറച്ച് പാടാട്ടോ അവിടെ ബോയ്സിന്. ഗേൾസിന് പിന്നെ ഫസ്റ്റ് സമയത്ത് വരുന്നവർക്കൊക്കെ അധികം കിട്ടാറുണ്ട്, കുറവാണ് കിട്ടാക്കൽ. പിന്നെ ഇപ്പോൾ മലയാളീസ് ഗേൾസ് ആണെങ്കിലും കുറേ ആൾക്കാർ പുറത്താണ്. കാരണം ഹോസ്റ്റൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഫുഡും മെച്ചല്ല. അതുപോലെ തന്നെ ഈ ഒപ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിനൊക്കെ ഒരുപാട് നടക്കണം. കുറേ ആൾക്കാർ മലയാളീസ് ഇപ്പോൾ പുറത്താണ്, എന്നാലും ഉള്ളിൽ തന്നെയാണ് കുറേ ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ പുറത്ത് പറഞ്ഞാൽ ട്രൈബൽസിൻ്റെ ഏരിയ ആണല്ലോ, എന്നാലും സേഫാണ്. എന്നാലും കുറേ ആൾക്കാർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹോസ്റ്റലിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് വരുന്നത്. ഇനി IGNTൻ്റെ പുറത്തുള്ള റൂമുകളുടെ അവസ്ഥ നോക്കി നോക്കാം. 2 പേർ മുതൽ അതേപോലെ തന്നെ 6 പേര് വരെയൊക്കെ നിൽക്കാൻ പറ്റിയ റൂമുകൾ പുറത്തുണ്ട്. 4000 രൂപ മുതലാണ് റെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂമുകളുടെയൊക്കെ. അത്യാവശ്യം നല്ല റൂമുകളുണ്ട്, അതേപോലെ തന്നെ ആവറേജ് സൗകര്യമുള്ള റൂമുകളൊക്കെ പുറത്തുണ്ട് കേട്ടോ. ക്യാമ്പസിൻ്റെ നേരെ മുമ്പിൽ ഒരുപാട് റൂമുകളുണ്ട്. അതുപോലെ തന്നെ 2-3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമുക്ക് നോക്കിയാൽ ഒരുപാട് റൂമുകൾ കിട്ടും. നമ്മൾ തപ്പി നോക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് റൂമുകളുടെ പണിയൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പുറത്തുള്ള റൂമുകളുടെ ഒക്കെ ഒരവസ്ഥ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം, ലക്ഷ്മൺ ഹവനോർ ഓഡിറ്റോറിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെയാണ് അധിക പ്രോഗ്രാമുകൾ നടക്കാറുള്ളത്. മലയാളീസിൻ്റെ ഓണം ഫെസ്റ്റിവൽ, കേരള ഫെസ്റ്റിവൽ, നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ഈസ്റ്റ് ഫെസ്റ്റിവൽ, രാജസ്ഥാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ വെച്ചാട്ടാണ് നടക്കാറുള്ളത്. അപ്പോൾ നമുക്ക് മലയാളീസ് നടത്തുന്ന ഓണാഘോഷം, അതേപോലെ തന്നെ കേരള ഫെസ്റ്റിവൽ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടോ കേട്ടോ. അപ്പോൾ IGNTയിൽ നടക്കുന്ന 2-3 പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ IGNTയിൽ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് IGNTയിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, ക്ലാസ് റൂമുകളുടെ അവസ്ഥ, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടോ. ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലിയോ ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ സയൻസിന് തന്നെയുള്ള. കാരണം എല്ലാ സയൻസിൻ്റെ ഏകദേശമൊക്കെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോടെക്നോളജി, ബോട്ടണി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റ് സയൻസിൽ തന്നെ ഉണ്ട്. അത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ സയൻസിൻ്റെ. ഇതിനുള്ളിൽ കയറി വെക്കാം, ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ട് നോക്കാം. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാട്ടോ പോകുന്നത് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഈ ഒരു കലകൾ കാണാറ്റുണ്ട്. ഗോണ്ടാട്ടാണ് ഇതിന് പറയുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് കേട്ടത്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ്.
മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടത്. ഇവിടെയാണ് ഇപ്പോൾ സൈക്കോളജി, അതുപോലെ തന്നെ സോഷ്യോളജി, പൊളിറ്റിക്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ ഈ ഒരു ഫാക്കൽറ്റീസിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. പുതിയൊരു പണിയുണ്ട് സോഷ്യൽ സയൻസിനായിട്ട് വേറെ. MSW ഇതിൻ്റെ അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറി വരുമ്പോഴുള്ള കാഴ്ച ലിഫ്റ്റുണ്ട്, ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാർമസിയൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നത്. ഇത് യോഗ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ, ഈ കാണുന്നത് യോഗ. ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് അവസ്ഥകളും കാഴ്ചകളൊക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ നോക്കാം, എത്രയാണ് ഫീ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ട് എത്തിപ്പെടുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഫീ സ്ട്രക്ചർ വളരെ കുറവാട്ടോ. ഓരോ കോഴ്സിനും എന്താണ് ഫീസ് വളരെ കുറവ്. മറ്റുള്ള യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് IGNT നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവാണ്. കാരണം ഞാൻ പഠിക്കുന്ന MSW സോഷ്യൽ വർക്കാണെങ്കിൽ വെറും ഫസ്റ്റ് സെമ്മിൽ 2500, ബാക്കി 3 സെമ്മിലും 1800 മാത്രമേ വരുന്നുള്ളൂ. UG നോക്കുകയാണെങ്കിൽ UGക്ക് ഇത്രയും കുറവാണ്, 700-800 റുപ്യക്കാണ് ഓരോ സെമ്മിന് വരുന്നത്, 6 സെമ്മിനും. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ മലയാളീസ് ആണെങ്കിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും മുകളിൽ നിന്നുള്ളവരും സൗത്തിൽ നിന്നവരൊക്കെ എന്താണ് ഇവിടെ എത്തിപ്പെടുന്നതാണ്. ഫീ സ്ട്രക്ചർ വളരെ കുറവാണ്. മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ പുറത്തൊരു ടൗണൊന്നുമില്ല. അതുകൊണ്ട് പുറത്ത് ടൗണ് പോയി നമ്മൾ അധികം പൈസ ചിലവാക്കില്ല. അതും നോക്കുകയാണെങ്കിൽ കുറവാണ്. പിന്നെ ഹോസ്റ്റൽ ഫീസ് വെറും 3300 അങ്ങനെ വരുന്നുള്ളൂ ഒരു വർഷത്തിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡ് മാത്രം ഒരു ചിലവുണ്ടാവുള്ളൂ. അപ്പോൾ ഫീ സ്ട്രക്ചർ കുറവായതുകൊണ്ടാണ് ഒരുപാട് പേര് ഞാൻ കണക്കാക്കി മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. മലയാളീസിന് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞതാ ഫീസ് കുറവായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പീസ്ഫുള്ളാണ് ഇവിടെ. അധികവും നമ്മൾ നാട്ടിലത്തെ പോലെ വലിയ ചൂടൊന്നുമില്ല. ഇനിയിപ്പോൾ മുകളിലേക്ക് കിടക്കുക രാജസ്ഥാൻ, പഞ്ചാബ് ആ ഭാഗത്തൊക്കെ ആണെങ്കിലും മുംബൈ ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും വളരെ ചൂടുള്ളൊരു ചൂടാണല്ലോ നമുക്ക് സഹിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താണ് ഒരു ഈ ചൂടുകാലമാകുമ്പോൾ നോർമലാണ് ചൂട് കാര്യങ്ങളൊക്കെ. തണുപ്പുകാലമാകുമ്പോൾ അതിന് ഒരു 6-7 ഡിഗ്രിയൊക്കെ എത്താറുണ്ട് ഒരു ഡിസംബർ സമയത്തൊക്കെ. അപ്പോൾ തണുപ്പ് കാലത്ത് നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ ആ സമയത്ത് നമുക്ക് വെക്കേഷൻ ഉണ്ടാകുമ്പോൾ നാട്ടിൽ പോകും. എന്താണ് തണുപ്പാൽ നല്ല തണുപ്പുണ്ട്, ചൂടുകാലത്ത് എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റിയ ചൂട് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് IGNTUലെ ലൈബ്രറിയുടെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോ. ഓരോ നാട്ടോ ഓരോ അൽമാരകളാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. നമുക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ ഇവിടെ കിട്ടും. നോക്കിയാണ് എല്ലാ പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അവൈലബിൾ ആട്ടോ. നിങ്ങൾ ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്, അതുകൊണ്ട് ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പുസ്തക കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് IGNTലെ സ്പോർട് കോംപ്ലക്സിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. ജിമ്മ്, IGNTലെ ബോയ്സിൻ്റെ ജിമ്മാണ് ഈ കാണുന്നത്. ഏകദേശം എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ജിം എടുക്കാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കി പറഞ്ഞാൽ ഞായറാഴ്ച അടവാണ്. അതേപോലെ തന്നെ മോർണിംഗിൽ 6 to 9, രാത്രി 6 to 9 ഇതിൻ്റെ ഓപ്പൺ ടൈം വരുന്നത് ജിമ്മിൻ്റെ. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉള്ളിലത്തെ ക്ലാസ് റൂം കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് അവസ്ഥകൾ, അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ അവസ്ഥകൾ, അതുപോലെ തന്നെ പുറത്തുള്ള റൂമുകളുടെ അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി, സ്പോർട് കോമേഴ്സിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി IGNTനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.